ദുബായിൽ മെട്രോ ട്രെയിനും ആർടിഐയുടെ ബസ്സും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വളരെ കാശുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു യാത്രമാർഗ്ഗമാണ് കരീമിന്റെ ഈ കാണുന്ന പച്ച സൈക്കിളുകൾ ഇട്ടാ. ഇത് ഭയങ്കര അഫോർഡബിൾ ആട്ടാ. വേറെ 75 ദൃഹം ഉണ്ടെങ്കിൽ നമുക്കൊരു മാസം അൺലിമിറ്റഡ് ആയിട്ട് ഈ സൈക്കിളും കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ 45 മിനിറ്റ് കഴിയാൻ പോണേക്കാളും മുന്നേ ഏതെങ്കിലും ഒരു കരീമിന്റെ ബൈക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എടുത്താണ് സൈക്കിൾ ഒന്ന് തിരിച്ചു വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് വീണ്ടും തിരിച്ചെടുക്കണം കേട്ടാ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത 45 മിനിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റും. അങ്ങനെ ഓരോ 45 മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം കേട്ടാ. പിന്നെ നമ്മുടെ ദുബായില് ഓരോ മുക്കിലും മൂലയിലും കരീമിന്റെ ബൈക്ക് സ്റ്റേഷൻ ഉള്ള കാരണം വഴിയിൽ പെട്ടുപോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടാ. തൊട്ടടുത്ത കരീമിന്റെ ബൈക്ക് സ്റ്റേഷൻ ഏതാണെന്ന് അറിയാനും അവിടെ എത്ര സൈക്കിളുകൾ അവൈലബിൾ ആണെന്ന് അറിയാനും ഈ ആപ്പിൽ ഒന്ന് നോക്കിയാൽ മതിട്ടാ. അത് മാത്രമല്ല കരീമിന്റെ ഏതെങ്കിലും ബൈക്ക് സ്റ്റേഷനിൽ നിന്ന് സൈക്കിൾ അൺലോക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഈ സെയിം ആപ്പിന് ഉപയോഗിച്ചാൽ മതിട്ടാ. പിന്നെ ദുബായിലത്തെ നടു റൂട്ടിൽ കൂടെ ഒന്നും ഈ സൈക്കിളും കൊണ്ട് പോകരുതിട്ടാ. നമ്മുടെ റോട്ടിലേക്കൊക്കെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സൈക്കിളുകൾക്ക് പോകാനുള്ള വഴി അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവട്ടാ. അതിൽ കൂടെയും പിന്നെ നമ്മുടെ ഫുട്പാത്തിൽ കൂടി മാത്രമേ ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ കരീമിന്റെ ഈ സൈക്കിൾ വെറും സൈക്കിൾ ഒന്നല്ല കേട്ടാ, ഗിയർ സൈക്കിൾ ആട്ടാ. അത് കൂടാണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ചുകൊണ്ടുപോകാനുള്ള ചെറിയൊരു സെറ്റപ്പും ഈ സൈക്കിളിന്റെ മുന്നിൽ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും പോലീസ് പിടിക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഹെൽമെറ്റും പിന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വെസ്റ്റും ഇടുന്നത് നല്ലതാട്ടാ. പിന്നെ ഒരു കാര്യം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളും ഇതുപോലെ പോയോണ്ടിരിക്കുമ്പോൾ മൊബൈലൊന്നും ഉപയോഗിക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂട്ടാ. അപ്പൊ നമുക്ക് നാളെ കാണാട്ടാ.